അമേരിക്കൻ സൈന്യം തൽക്കാലം ഇറാനുമായി യുദ്ധത്തിനില്ലെന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയതിനാൽ ഏതു നിമിഷവും ഒരു ആക്രമണം പ്രതീക്ഷിച്ചാണ് ഇറാൻ മുന്നോട്ടു പോകുന്നത്. സാഹചര്യം ഏതു നിമിഷവും മാറിയേക്കാമെന്ന ഇന്റലിജൻസ് വിവരത്തെ തുടർന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനെ വിളിക്കുകയും ഏതു സമയത്തും സഹായത്തിനായി തങ്ങളുടെ സൈനികരും ആയുധങ്ങളും തയ്യാറായി നിൽക്കുന്നതായും അറിയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പുതിയൊരു ഡെവലപ്മെന്റ് കൂടി പശ്ചിമേഷ്യയിൽ സംഭവിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ തന്ത്രപ്രധാന സൈനിക താവളമാണ് ഖത്തറിലെ ദോഹയിലുള്ള അൽ ഉദൈദ് സൈനിക താവളം. ഈ താവളവും സൈനികരെയും ഇറാൻ പട്ടാളമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വളഞ്ഞതായാണ് ഏറ്റവും പുതിയ വിവരം. അമേരിക്കയുടെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ താമസിക്കുന്ന ദോഹയിലെ ഹോട്ടൽ ലൊക്കേറ്റ് ചെയ്ത IRGC അവിടം വളഞ്ഞ് ടെലഗ്രാം വഴി സന്ദേശവും കൈമാറിക്കഴിഞ്ഞു. അമേരിക്ക പൂർണ്ണമായും പിൻവാങ്ങിയില്ലെങ്കിൽ ഉടൻ ആക്രമണമുണ്ടാകുമെന്നാണ് ഇറാന്റെ ഭീഷണി. പശ്ചിമേഷ്യയിലെ US-ന്റെ ഏറ്റവും വലിയ സൈനിക ആസ്ഥാനം ഖത്തറിലെ അൽ ഉദൈദാണ്. ഏകദേശം 10,000-ലധികം സൈനികരുള്ള മേഖലയിലെ ഏറ്റവും വലിയ US താവളമാണ് ഉദൈദ്. കഴിഞ്ഞ വർഷം ഇറാൻ ആക്രമണത്തിന് മുമ്പും ഇവിടെ നിന്ന് സൈനികരെ വൻതോതിൽ അമേരിക്ക മാറ്റിയിരുന്നു. ഇറാനിലെ ആണവ നിലയങ്ങൾ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ ഉദൈദിൽ ഇറാൻ പ്രത്യാക്രമണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉദൈദ് സൈനിക താവളം ഇറാന് ഈസി വാക്കറായി മാറിയിരിക്കുകയാണ്. പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ സാമ്രാജ്യത്വ ഇടപെടലുകൾക്ക് മുന്നിൽ തലകുനിക്കാതെ സ്വന്തം അഭിമാനവും പരമാധികാരവും കാത്തുസൂക്ഷിച്ച് തീപ്പന്തമായി നിലകൊള്ളുന്ന രാഷ്ട്രമാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ ഈ അൽ ഉദൈദ് താവളം അവർക്ക് പുഷ്പം പോലെ എടുത്തുമാറ്റാവുന്ന ഒന്നുകൂടിയാണ്. ആധുനിക ലോകം സമ്മർദ്ദങ്ങളാലും ഭീഷണികളാലും വഴങ്ങിപ്പോകുമ്പോൾ ചരിത്രബോധവും ദേശീയ ആത്മവിശ്വാസവും ആയുധമാക്കി പ്രതിരോധത്തിൻ്റെ പുതിയ അർത്ഥം നിർവഹിച്ച രാജ്യമായി ഇന്നിൻ്റെ ഇറാൻ മാറിക്കഴിഞ്ഞു. ഇറാനിലെ സമീപകാല സംഭവങ്ങളെക്കുറിച്ച് പാശ്ചാത്യ മാധ്യമങ്ങൾ തുടർച്ചയായി വളച്ചൊടിച്ച വ്യാഖ്യാനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിലും അവയുടെ ഉള്ളടക്കം ഒരു പരമാധികാര രാഷ്ട്രത്തെ അപകീർത്തിപ്പെടുത്തുവാനും ദുർബലപ്പെടുത്തുവാനും ലക്ഷ്യമിട്ട രാഷ്ട്രീയ പ്രചാരണത്തിൻ്റെ ഭാഗമാണെന്നതാണ് യാഥാർത്ഥ്യം. ഒരു രാജ്യത്തിൻ്റെ സമാധാനവും ക്രമസമാധാനവും തകർക്കാൻ വിദേശ സഹായത്തോടെ ശ്രമങ്ങൾ നടക്കുമ്പോൾ അത് തടയുക എന്നത് ഏതൊരു ഭരണകൂടത്തിൻ്റെയും പ്രാഥമിക കടമ കൂടിയാണ്. ഇറാനെ അസ്ഥിരപ്പെടുത്താൻ ആസൂത്രിതമായ നീക്കങ്ങൾ നടക്കുമ്പോൾ തൻ്റെ സഖ്യകക്ഷികളുടെ സഹായം തേടുന്നത് ഒരു നയതന്ത്രപരമായ കരുനീക്കമായാണ് കാണേണ്ടത്. മേഖലയിലെ പ്രതിരോധ അച്ചുതണ്ട് ശക്തിപ്പെടുത്തുന്നതിലൂടെ ഇസ്രായേൽ ഉൾപ്പെടെയുള്ള ശത്രു ശക്തികളുടെ ഭീഷണികളെ ഫലപ്രദമായി നേരിടാൻ ഇറാന് സാധിക്കുന്നുണ്ട്. വിദേശ മാധ്യമങ്ങൾ ക്രൂരമായ അടിച്ചമർത്തൽ എന്ന് വിശേഷിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ രാജ്യത്തെ ശിഥിലമാക്കാൻ ശ്രമിക്കുന്ന വിധ്വംസക ശക്തികൾക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. സാമ്പത്തിക ഉപരോധങ്ങളിലൂടെ ഇറാൻ ജനതയെ ശ്വാസമുട്ടിക്കാൻ ശ്രമിക്കുന്ന പാശ്ചാത്യ ശക്തികൾ തന്നെയാണ് മനുഷ്യാവകാശങ്ങളുടെ പേരിൽ ഇപ്പോൾ ഇറാനിലേക്ക് തിരിഞ്ഞിരിക്കുന്നത്. എന്നാൽ പ്രതികൂല സാഹചര്യങ്ങളിലും ശാസ്ത്ര സാങ്കേതിക പ്രതിരോധ മേഖലകളിൽ ഇറാൻ കൈവരിച്ച മുന്നേറ്റം ആ രാജ്യത്തിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ തെളിവ് കൂടിയാണ്. രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ബാഹ്യ അജണ്ടകളെ തിരിച്ചറിഞ്ഞ് ദേശീയ താൽപ്പര്യങ്ങൾക്കും ഇസ്ലാമിക മൂല്യങ്ങൾക്കും മുൻഗണന നൽകിക്കൊണ്ട് അയത്തുള്ള അലി ഖൊമേനി എന്ന ചുറുചുറുക്കുള്ള നേതാവിൻ്റെ നേതൃത്വത്തിൽ ഇറാൻ മുന്നോട്ടു പോകുന്നതിനെ ലോകത്തിലെ പല സ്വതന്ത്ര രാഷ്ട്രങ്ങളും വളരെയധികം ബഹുമാനത്തോടെയും ആത്മാഭിമാനത്തോടെയുമാണ് നോക്കിക്കാണുന്നത്. അയത്തുള്ള അലി ഖൊമേനിയുടെ നേതൃത്വത്തിലുള്ള ഇറാൻ നേരിടുന്നത് വെറും സമാധാനപരമായ പ്രതിഷേധങ്ങൾ മാത്രമായിരുന്നില്ല, മറിച്ച് രാജ്യം അകത്തുനിന്നും പുറത്തുനിന്നും അസ്ഥിരമാക്കാനുള്ള സംഘടിത ശ്രമങ്ങൾക്കെതിരെ നേരിടാൻ ഉറച്ചാണ് ഇറാൻ മുന്നിട്ടിരിക്കുന്നത്. മുൻകാലങ്ങളിൽ നടന്ന പല പ്രക്ഷോഭങ്ങളിലും ആയുധധാരികളായ ഗ്രൂപ്പുകൾ കടന്നുകയറിയതും സുരക്ഷാ സേനയെയും പൊതുസൗകര്യങ്ങളെയും ലക്ഷ്യമാക്കി ആക്രമണങ്ങൾ നടന്നതുമാണ് ഇറാനിയൻ അനുഭവം. ഈ പശ്ചാത്തലത്തിലാണ് ഭരണകൂടം കർശനമായ സുരക്ഷാ നടപടികൾ സ്വീകരിച്ചത്. അതിനെ ഭരണകൂടത്തിന്റെ ക്രൂരതയായി മാത്രം ചിത്രീകരിക്കുകയാണ് ഇന്ന് ലോക മാധ്യമങ്ങൾ. സിറിയ, ഇറാഖ്, ലെബനൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നടന്ന യുദ്ധങ്ങളും അസ്ഥിരതയും എങ്ങനെ വിദേശ ഇടപെടലുകളുടെ ഫലമായി മാറിയെന്ന അനുഭവമാണ് ഇറാനെ കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന ആശയം ഇറാന്റെ കാഴ്ചപ്പാടിൽ ഒരു ആക്രമണ തന്ത്രമല്ല, മറിച്ച് വിദേശ ആധിപത്യത്തെയും ഇടപെടലുകളെയും ചെറുക്കാനുള്ള പ്രതിരോധ ശൃംഖലയായി അവർ അത് രൂപപ്പെടുത്തി കഴിഞ്ഞു. ഇറാഖ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഷിയ സായുധ ഗ്രൂപ്പുകളുടെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ആരോപണങ്ങൾ പലപ്പോഴും രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണ് ഉയർത്തിക്കാട്ടപ്പെടുന്നത്. ഇത് ഇറാൻ തുറന്നു വാദിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം ഗ്രൂപ്പുകൾ ഇറാനിൽ ഔദ്യോഗികമായി പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിൽ നേരിട്ട് പങ്കെടുത്തു എന്നതിന് ഇതുവരെ സ്വാതന്ത്ര്യവും ഉറപ്പുള്ളതുമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല. മറിച്ച് ഇത്തരം ആരോപണങ്ങൾ പെരുപ്പിച്ച് ഇറാനെ ജനവിരുദ്ധ ഭരണകൂടം എന്ന നിലയിൽ ലോക സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് ഇറാനിയൻ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്.
ഇറാനിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ മുതിർന്ന മതപുരോഹിതനായ ആയത്തുള്ള അഹമ്മദ് ഖതാമിയുടെ പ്രസംഗവും ഈ പശ്ചാത്തലത്തിലാണ് വായിക്കപ്പെടേണ്ടത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ പശ്ചിമ മാധ്യമങ്ങൾ ഭീഷണിയായും അതിരൂക്ഷമായും ചിത്രീകരിച്ചെങ്കിലും ഇറാൻ അതിനെ കാണുന്നത് രാജ്യത്തിന്റെ അസ്തിത്വവും സുരക്ഷയും സംരക്ഷിക്കാനുള്ള ശക്തമായ മുന്നറിയിപ്പായിട്ടാണ്. വർഷങ്ങളായി ഉപരോധങ്ങളും സൈബർ ആക്രമണങ്ങളും രഹസ്യ ഇടപെടലുകളും നേരിടുന്ന ഒരു രാജ്യത്തിന്റെ ശബ്ദം കൂടിയാണിത്. 2025 ഡിസംബർ അവസാനം ആരംഭിച്ച പ്രതിഷേധങ്ങൾ ആദ്യം സാമ്പത്തിക അസന്തോഷത്തിന്റെ പ്രതിഫലനമായിരുന്നുവെന്നത് ഇറാനും അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് അവ വിദേശ ശക്തികൾ ആസൂത്രണം ചെയ്ത അസ്ഥിരത ശ്രമങ്ങളായി മാറിയെന്നാണ് ഔദ്യോഗിക നിലപാട്. ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള അമേരിക്കൻ നേതാക്കൾ തുറന്ന ഭീഷണികളും എല്ലാ ഓപ്ഷനുകളും മേശപ്പുറത്തുണ്ട് എന്ന പ്രസ്താവനകളും ഈ പ്രതിഷേധങ്ങൾ ഒരു ആഭ്യന്തര വിഷയം മാത്രമല്ല, ഇറാന്റെ സംശയത്തെ ശക്തിപ്പെടുത്തുന്നുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ ഭരണകൂടത്തിന്റെ പ്രതികരണം കടുപ്പമുള്ളതാകുന്നത് ഒരു പ്രതിരോധ രാഷ്ട്രത്തിന്റെ സ്വാഭാവിക നടപടികളെന്നതാണ് ഇറാന്റെ വാദം. പ്രതിഷേധങ്ങൾക്കിടയിൽ പള്ളികളും മതസ്ഥാപനങ്ങളും ആക്രമിക്കപ്പെട്ടുവെന്ന ഖതാമിയുടെ അവകാശവാദങ്ങൾ പശ്ചിമ മാധ്യമങ്ങൾ വലിയ തോതിൽ അവഗണിക്കുകയുണ്ടായി. ഇറാനിയൻ സമൂഹത്തിൽ പള്ളികൾ ആരാധനാലയങ്ങൾ മാത്രമല്ല, സാമൂഹിക ഐക്യത്തിന്റെ അടിത്തറകൾ കൂടിയാണ്. അവയെ ലക്ഷ്യമാക്കിയുള്ള ആക്രമണങ്ങൾ, പ്രതിഷേധങ്ങൾ സമാധാനപരമാണെന്ന വാദത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതാണെന്ന് ഇറാനിയൻ നിരീക്ഷകരും പറയുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിച്ചതെന്ന് അവർ വാദിക്കുന്നത്. ഇന്റർനെറ്റ് നിയന്ത്രണവും കർശന സുരക്ഷാ നടപടികളും മനുഷ്യാവകാശ ലംഘനങ്ങളായി മാത്രം ചിത്രീകരിക്കുന്നത് ഇരട്ടത്താപ്പാണെന്നും ഇറാൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആഭ്യന്തര കലാപ സാഹചര്യങ്ങളിൽ സമാന നടപടികളിൽ ലോകത്തിലെ പല രാജ്യങ്ങളും സ്വീകരിച്ചിട്ടുണ്ടെന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ ഇറാന്റെ കാര്യത്തിൽ മാത്രം അതിനെ മറ്റൊരു തരത്തിലാണ് ഇവർ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന അമേരിക്കയും അതിൻ്റെ സഖ്യകക്ഷികളും ഗാസയിലെയും മറ്റ് പ്രദേശങ്ങളിലെയും ആയിരക്കണക്കിന് സാധാരണക്കാർ കൊല്ലപ്പെടുന്ന സംഭവങ്ങളിൽ കാണിക്കുന്ന മൗനം ഇറാന്റെ വിമർശനത്തിന് ഇടയാക്കുന്നുണ്ട്. ഇതേ പശ്ചാത്തലത്തിലാണ് ഖതാമി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ട്രംപിനെയും കടുത്ത ഭാഷയിൽ വിമർശിച്ചത്. ഇറാന്റെ കാഴ്ചപ്പാടിൽ ഇത് യുദ്ധാഹ്വാനം അല്ല, മറിച്ച് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ഇരട്ടത്താപ്പിനെ തുറന്നുകാട്ടുന്ന രാഷ്ട്രീയ മുന്നറിയിപ്പ് കൂടിയാണ്. അവസാനമായി, ഇറാനിലെ ഇപ്പോഴത്തെ അവസ്ഥയെ ജനങ്ങൾക്കെതിരായ ഭരണകൂടം എന്ന ലളിതമായ ചട്ടക്കൂടിൽ ഒതുക്കുന്നത് യാഥാർത്ഥ്യബോധത്തെ അപമാനിക്കുന്നതിനും തുല്യമാണ്. ഇറാൻ ഇന്ന് നേരിടുന്ന എല്ലാ പ്രതിഷേധങ്ങൾക്കും കാരണം ഇസ്രായേൽ മാത്രമല്ല, അമേരിക്കയുടെ കച്ചവട താൽപ്പര്യം കൂടിയാണെന്നുള്ളതും എടുത്തു പറയേണ്ടിയിരിക്കുന്നുവെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലും തങ്ങളുടെ മണ്ണിനെ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് ഇറാൻ ജനതയും അവർക്ക് നേതൃത്വം നൽകുന്ന അയത്തുള്ള അലി ഖൊമേനി എന്ന നേതാവും മുന്നോട്ടു പോകുന്നത്. മാത്രമല്ല, ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിന് മുമ്പുള്ള പേർഷ്യൻ പൈതൃകത്തെക്കുറിച്ച് വ്യത്യസ്തമായ നിലപാടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇറാന്റെ ചരിത്രം ഒരു ഭരണകൂടത്തിൻ്റെയോ ആശയധാരയുടെയോ മാത്രം കഥയല്ല. അത് കവിതയുടെയും ശാസ്ത്രത്തിൻ്റെയും തത്വചിന്തയുടെയും പ്രതിരോധത്തിൻ്റെയും ആത്മാഭിമാനത്തിൻ്റെയും കഥ കൂടിയാണ്. ഉപരോധങ്ങളും പുറം സമ്മർദ്ദങ്ങളും നേരിട്ടിട്ടും സ്വന്തം ഭാഷയും സംസ്കാരവും ശാസ്ത്രീയ കഴിവുകളും സംരക്ഷിച്ച് മുന്നേറാൻ ഇറാനിയൻ സമൂഹത്തിന് കഴിഞ്ഞത് ആ ആഴത്തിലുള്ള സാംസ്കാരിക അടിത്തറ ഒന്നുകൊണ്ട് മാത്രമാണ്. സൈറസ് സിലിണ്ടർ എന്ന് ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ സൂക്ഷിക്കപ്പെട്ടിരുന്നുണ്ടെങ്കിലും അതിലെ ആശയങ്ങൾ ഇറാനിൽ നിന്ന് അകന്നു പോയിട്ടില്ല. നീതി, സഹിഷ്ണുത, മനുഷ്യാന്തസ് എന്നീ മൂല്യങ്ങൾ ഇറാന്റെ ചരിത്രബോധത്തിന്റെ ഭാഗം കൂടിയാണ്. ഭരണകൂടങ്ങൾ അവയെ പൂർണ്ണമായി നടപ്പാക്കിയോ ഇല്ലയോ എന്നത് വേറെ ചർച്ച നടത്തേണ്ടതുണ്ട്. പക്ഷേ ആ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമൂഹം അവിടെയുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതിനാൽ ഇറാന്റെ ചരിത്രത്തെ വായിക്കുമ്പോൾ ഭരണകൂടങ്ങളുടെ പരാജയങ്ങൾ മാത്രം കാണുന്നതും അപൂർവമായ കാഴ്ചപ്പാടായി ഇപ്പോൾ ലോകമാധ്യമങ്ങൾ എടുത്തു കാട്ടപ്പെടുന്നുണ്ട്. പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ കാലം മുതൽ ഇന്നുവരെ ഇറാൻ എന്ന രാജ്യം ലോകത്തിന് നൽകിയ സംഭാവനകൾ, മനുഷ്യകേന്ദ്രിതമായ ഭരണചിന്തകൾ, സാംസ്കാരിക വൈവിധ്യം, പ്രതിസന്ധികളോട് പൊരുതുന്ന ജനങ്ങളുടെ ആത്മവിശ്വാസം, ഇവയൊക്കെയാണ് യഥാർത്ഥ ഇറാൻ. സൈറസിന്റെ പൈതൃകം ഒരു ഭരണാധികാരിയുടെ പേരിൽ ഒതുങ്ങുന്നില്ല. അത് ഇന്നും ഇറാനിയൻ ജനതയുടെ സ്വത്വത്തിന്റെ ഭാഗമായാണ് നിലകൊള്ളുന്നത്. ഈ സാംസ്കാരിക പൈതൃകത്തെ പോലും തകർക്കുന്ന രീതിയിലാണ് ഇസ്രായേലിന്റെ ഇടപെടലിലൂടെ അമേരിക്ക ഇപ്പോൾ സൈനിക അഭ്യാസങ്ങളും വ്യാജവാർത്തകളും പടച്ചുവിട്ട് ഇറാനെതിരെ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് തുടക്കത്തിലെ നുള്ളുക എന്ന ലക്ഷ്യത്തോടെയാണ് IRGC ഇപ്പോൾ അവരുടെ ദോഹയിലെ തന്ത്രപ്രധാന താവളവും വളഞ്ഞിരിക്കുന്നത്.